ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്, അതിലുപരി വളരെയധികം സന്തോഷം നിറഞ്ഞ നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. 2 ദിവസത്തെ നറുക്കെടുപ്പിലും 10,000-കണക്കിന് ആൾക്കാരുടെ കയ്യിലാണ് 100 രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ എത്തിച്ചേർന്നത്. അതിലെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണെന്നറിയാം. കാരണം ബോച്ചി വിന്നിനെ നമ്മൾ എത്രത്തോളം നെഞ്ചിൽ ഏറ്റെടുത്തിട്ടുണ്ടെന്ന് ഓരോ ദിവസത്തെ തിരക്ക് കാണുമ്പോഴും നമുക്കറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് ബോച്ചി വിന്നിന്റെ സൈറ്റിൽ നമുക്ക് എങ്ങനെ ടിക്കറ്റ് ആക്ടിവേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അതെല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ടിക്കറ്റിന്റെ റിസൾട്ട് എങ്ങനെ അറിയാം, അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ ഒരു ടിക്കറ്റ് എടുത്താൽ എങ്ങനെ നമുക്ക് അതിന്റെ ബലം നോക്കാൻ പറ്റും എന്നുള്ളതാണ്. നോക്കാം. ആദ്യം നമ്മൾ ഗൂഗിൾ ഓപ്പൺ ആക്കണം. ഓപ്പൺ ആക്കിയിട്ട് www.bochewin എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ബോച്ചിവിനിന്റെ വെബ്സൈറ്റിലോട്ട് കയറണം. ഇതാണ് ബോച്ചിവിനിന്റെ പേജ്. ഇതിൽ ആദ്യം മുകളിൽ കാണുന്ന സൈൻ ഇൻ ഓർ രജിസ്റ്റർ അത് ആദ്യം ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിന് സൈൻ ഇൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറയും. അപ്പോൾ ആദ്യം അതിൽ നമ്മുടെ കൺട്രി സെലക്ട് ചെയ്യണം. +91 സെലക്ട് ചെയ്തിട്ട് അതിൽ നമ്മുടെ ഫോൺ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. 10 ഡിജിറ്റ് നമ്പർ തെറ്റരുത്. നമ്മൾ ഏത് നമ്പറാണോ നേരത്തെ നമ്മൾ ലോഗിൻ ചെയ്തത് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തത്, സ്കാൻ ചെയ്തത്, ആ നമ്പർ വേണം ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫോണിൽ ഒരു പാസ്വേഡ് വന്നിട്ടുണ്ടാവുമല്ലോ, ഒരു 30 നമ്പർ നമ്മുടെ ഫോണിൽ ടെക്സ്റ്റ് മെസ്സേജ് വന്ന സമയത്ത് ഒരു പാസ്വേഡ് വന്നിട്ടുണ്ടാവും. ആ പാസ്വേഡും ഇതിലിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇൻ കേസ് ആരുടെയെങ്കിലും മൊബൈലിൽ പാസ്വേഡ് വന്നിട്ടില്ല എങ്കിൽ നമ്മൾ ഫോർഗോട്ട് പാസ്വേഡ് കൊടുക്കണം. ഫോർഗോട്ട് പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP വരും. ആ OTP വീണ്ടും ഈ ഒരു പാസ്വേഡ് കൊടുക്കേണ്ട സ്ഥലത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമുക്ക് സൈൻ ഇൻ ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം നമ്മുടെ മൊബൈലിൽ വരുന്ന പാസ്വേഡ് തന്നെ കൊടുത്തിട്ട് നമുക്ക് സൈൻ ഇൻ കൊടുത്ത് കയറാവുന്ന. അപ്പോൾ നമ്മൾ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു പേജിലേക്ക് പോകും. അവിടെ ചെല്ലുന്ന സമയത്ത് കറണ്ട് പാസ്വേഡ് ചോദിക്കുന്നത് നമ്മൾ നേരത്തെ കൊടുത്ത പാസ്വേഡ് ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് പാസ്വേഡാണോ ഇടാൻ ഉദ്ദേശിക്കുന്നത് ആ പാസ്വേഡ് രണ്ടാമത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടാവണം, ഒരു സ്മോൾ ലെറ്റർ ഉണ്ടാവണം, ഒരു ഏതെങ്കിലും നമ്പേഴ്സ് ഉണ്ടാവണം, പിന്നെ അല്ലെങ്കിൽ നമ്മുടെ @ ഹാഷ്ടാഗോ അങ്ങനെ എന്തെങ്കിലും സ്പെസിഫൈ ചെയ്ത് ഒരു ലെറ്റേഴ്സ് ഉണ്ടാവണം. പിന്നെ ഒരു മിനിമം 8 ക്യാരക്ടേഴ്സ് അല്ലെ 8 ലെറ്റർ എങ്കിലും പാസ്വേഡ് ഉണ്ടായിരിക്കണം. പിന്നെ ആ പാസ്വേഡിനെ കൺഫേം കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി. പാസ്വേഡ് ചേഞ്ച്ഡ് സക്സസ്ഫുള്ളി, പ്ലീസ് ലോഗിൻ വിത്ത് ന്യൂ പാസ്വേഡ് എന്ന് നമുക്ക് കൺഫർമേഷനും വരും. അത് കഴിഞ്ഞ് ആ സെർച്ച് ബട്ടന്റെ തൊട്ട് മുകളിൽ കാണുന്ന ആ 3 ലൈൻസ് ഉണ്ടല്ലോ, അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ലോഗിൻ ചെയ്യാനായിട്ട് കാണിക്കും. അപ്പം നമ്മൾ ലോഗിൻ ക്ലിക്ക് ചെയ്യണം. ലോഗിൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വേറൊരു പേജ് ഓപ്പൺ ആവും. അതിൽ നമ്മുടെ മൊബൈൽ നമ്പർ 10 ഡിജിറ്റ് മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതോടൊപ്പം നമ്മുടെ പാസ്വേഡ് നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത ആ പാസ്വേഡും കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് സൈൻ ഇൻ കൊടുത്ത് കൺഫേം ആക്കാവുന്നതാണ്. സെർച്ച് ബട്ടൻ്റെ തൊട്ട് മുകളിലുള്ള ആ ഒരു 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് നമ്മുടെ പ്രൊഫൈലിലോട്ട് കയറും. എന്നിട്ട് മൈ ടിക്കറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ പ്രൊഫൈൽ കാണാം, മൈ ടിക്കറ്റ്സ് എടുക്കണം. അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഫോണിൽ വന്ന ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് വന്ന ആ 30 ടിക്കറ്റിൻ്റെ നമ്പേഴ്സ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. എന്നിട്ട് ആ പെൻഡിങ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വിന്നിങ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് നമ്മുടെ അന്ന് വിൻ ചെയ്ത ടിക്കറ്റിന്റെ നമ്പർ കാണിക്കും. ഇങ്ങനെയാണ് നമ്മുടെ ടിക്കറ്റ് വിൻ ചെയ്തത്, എങ്ങനെയാണ് എത്ര നമ്പേഴ്സ് വിൻ ചെയ്തു എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്.